നമസ്കാരം. ബീട്രൂട്ട് കാണാനൊക്കെ നല്ല ഭംഗിയാണെങ്കിലും നമ്മളത് കുട്ടികളെ കൊണ്ട് കഴിപ്പിക്കാൻ കുറച്ച് പാടുപെടാറുണ്ട്. പല റെസിപ്പീസും നമ്മൾ ട്രൈ ചെയ്യാറുണ്ട് ബീട്രൂട്ട് വെച്ചിട്ട് കുട്ടികളെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട്. അത്തരത്തിലുള്ള റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് ബീട്രൂട്ട് കുക്കീസിൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളാണ് നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ. പിന്നെ ഇത് ഉണ്ടാക്കിയെടുത്ത് കഴിയുമ്പോൾ ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ഒന്നും മുമ്പിലേക്ക് നിൽക്കില്ല. സാധാരണ ഒരു ബിസ്ക്കറ്റിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ കുട്ടികൾ പെട്ടെന്ന് കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. കുക്കീസ് ഉണ്ടാക്കാനായിട്ട് നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ട് അതിൽ അരിപ്പ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആദ്യം ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് നമുക്ക് വേണ്ടത്. അത് ചേർത്ത് കൊടുക്കാം. കൊക്കോ പൗഡറാണ്. ഇതിപ്പോൾ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ഉള്ളത്. ചേർത്ത് കൊടുത്തു. ഇപ്പോൾ കൊക്കോ പൗഡർ ഇല്ലാത്തവരാണെങ്കിൽ അതേ അളവിൽ തന്നെ ഗോതമ്പ് പൊടി ചേർത്താൽ മതി. അതായത് 1 ടേബിൾ സ്പൂണും കൂടി ഗോതമ്പ് പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കൊക്കോ പൗഡർ ചേർക്കാൻ എനിക്ക് ഇഷ്ടം. കൊക്കോ പൗഡർ ഇഷ്ടം. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതുപോലത്തെ ഒരു മിക്സിയിലാണ് ഇന്ന് വെറ്റ് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഹാൻഡ് ബ്ലെൻഡർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. ഇതിലേക്ക് ഇനി ആദ്യം നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 100 ഗ്രാം ബട്ടറാണ്. അപ്പോൾ ബട്ടർ ഇല്ലാത്തവരാണെങ്കിൽ ഒരു 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഏതെങ്കിലും തരം ഓയിൽ. ഇനി ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ശർക്കരപ്പൊടിയാണ് ചേർക്കുന്നത്. 1 കപ്പുണ്ട്. ഇപ്പോൾ ഏത് ഷുഗർ ആണെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഹാൻഡ് ബ്ലെൻഡർ വെച്ച് ചെയ്യുന്നവരാണെങ്കിൽ ആദ്യം ബട്ടറും ഷുഗറും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം. നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. നല്ല ക്രീമി ആയിട്ട് വരണം. അപ്പോൾ ഇത് ഞാനൊന്ന് അടിച്ചു കൊണ്ടുവരാം. ഇതിപ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ബട്ടറും ഷുഗറും കൂടി അടിച്ചെടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. 2 മുട്ടയാണ് വേണ്ടത്. അപ്പോൾ അത് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വാനില എസൻസ് ഉള്ളവർക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം അടിക്കുന്നതിന് മുമ്പ്. എൻ്റെ വാനില എസൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കാത്തത്. നിങ്ങൾക്ക് ഏതെങ്കിലും എസൻസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുക്കണം മട്ടയും കൂടിയിട്ട്. ഹാൻഡ് ബ്ലെൻഡർ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ തന്നെയാണ് അടിച്ചെടുക്കേണ്ടത്. ആദ്യം ബട്ടറും ഷുഗറും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല ക്രീമി ആകുമ്പോൾ അതിലേക്ക് 2 മുട്ട കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഇതുപോലെ ആക്കിയെടുക്കാം. ഇനി ഇതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം. ഈ കുക്കീസ് ഡ്രോപ്പിംഗ് കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുകയല്ല വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നന്നായിട്ട് ഇത് അടിച്ചെടുക്കണം. എന്നാൽ മാത്രമേ അങ്ങനെ പറ്റുള്ളൂ. നമ്മളിതിൽ വേറെ ഇനി വാട്ടർ കണ്ടൻ്റ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ മിക്സ്ചർ ഫുള്ള് ഞാനിതിൽ ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബീട്രൂട്ടാണ്. അപ്പോൾ ബീട്രൂട്ട് ഞാൻ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു മീഡിയം സൈസ് ബീട്രൂട്ട് എടുക്കുക. എന്നിട്ട് ഇത് പ്രഷർ കുക്ക് ഇതെടുക്കുക. ഇതിൻ്റെ തൊലി കളഞ്ഞിട്ടില്ല. ഞാൻ മുകൾ ഭാഗവും താഴ്ഭാഗവും കളഞ്ഞിട്ട് ഇത് 2 വിസിൽ അടിക്കുന്നത് വരെ പ്രഷർ കുക്ക് ചെയ്തെടുത്തു. അതിനുശേഷം അത് ചൂടാറുമ്പോൾ ഇതിൻ്റെ ഈ തൊലി സ്കിന്ന് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ വെള്ളമൊന്നും ചേർക്കാതെ അടിച്ചെടുക്കാം. കണ്ടില്ലേ? ഇങ്ങനെ ആക്കി വെക്കണം. ഇനി ഇതിൽ നിന്ന് വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. 3.5 ടേബിൾ സ്പൂണാണുള്ളത്. അപ്പോൾ നമ്മൾ എത്ര ബീട്രൂട്ട് എടുക്കുന്നോ അതിനനുസരിച്ച് ഉണ്ടാവും. നമ്മുടെ ബീട്രൂട്ടിൻ്റെ വലുപ്പം അനുസരിച്ചിരിക്കാം. ഒരു 3-4 ടേബിൾ സ്പൂണാണ് നമുക്ക് കിട്ടുക. അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഗോതമ്പ് പൊടിയും നമ്മുടെ ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്ത മിക്സ് കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇത് കുറേശ്ശെ ഇതുപോലെ ചേർത്ത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം.
ഇനി ഇത് സ്റ്റൗ ടോപ്പിലും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ മുമ്പ് ഞാൻ നമ്മുടെ സാധാരണ എഗ് കുക്കീസ് ഉണ്ടല്ലോ, എഗ് ബിസ്ക്കറ്റ്, മുട്ട ബിസ്ക്കറ്റ്, ബീൻസ് ബിസ്ക്കറ്റ് എന്നൊക്കെ പറയും, അത് ഞാനിതുപോലെ തന്നെ സ്റ്റൗ ടോപ്പിൽ ചെയ്തതിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ സ്റ്റൗ ടോപ്പിൽ ചെയ്യുന്നവരാണെങ്കിൽ ആ വീഡിയോ ഫോളോ ചെയ്താൽ മതി. ഞാൻ ഇന്നിത് സ്റ്റൗ ടോപ്പിലല്ല ചെയ്യുന്നത്, ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസമായിട്ട് പിസ്സ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ബേക്ക് ചെയ്തെടുക്കുക സ്റ്റൗ ടോപ്പിൽ നിന്ന് കാണിച്ചിരുന്നു. അതുപോലെ തന്നെ പ്ലേറ്റിൽ ഒരു ബട്ടർ പേപ്പർ ഇനും വെച്ചിട്ട്, ഇനിയിപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലാത്തവരാണെങ്കിൽ കുറച്ച് എണ്ണയോ ഇതൊന്നും തടവിയിട്ട് ഇത് ഓരോ കുക്കീസ് അതിൽ വെച്ച് കൊടുത്താലും മതി ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇത് നമ്മുടെ കുക്കീസിൻ്റെ വലിപ്പം അനുസരിച്ചിരിക്കും എടുക്കുന്ന സമയം. ഞാനിപ്പോൾ ഇത് ബീൻസ് ബിസ്ക്കറ്റ് മാതിരി തന്നെ ചെറുതാക്കി എടുക്കാൻ പോവുക. അപ്പോൾ അത് കുറച്ച് നേരം എടുക്കുള്ളൂ ബേക്ക് ചെയ്യാനായിട്ട്, ഒരു 10 മിനിറ്റൊക്കെ എടുക്കുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങളുടെ ബിസ്ക്കറ്റ് തിക്കായിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കി എടുക്കണമെന്ന് വെച്ചെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ സമയം എടുക്കും. അപ്പോൾ 10 മിനിറ്റ് ആദ്യം വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ വയ്ക്കുന്ന പാത്രത്തിൻ്റെയും പിന്നെ ബിസ്ക്കറ്റിൻ്റെ തിക്നെസ്സൊക്കെ അനുസരിച്ചിരിക്കും എടുക്കുന്ന സമയം. ഓവനിൽ ചെയ്യുന്നവർ ഒരു 160 ഡിഗ്രിയിൽ ആദ്യം ഓവൻ പ്രീ ഹീറ്റ് ചെയ്യുക 10 മിനിറ്റ്. ഇനി ഇത് ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ തന്നെ കോരിയിടാം നമുക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അതിലാക്കിയിട്ട് നമുക്ക് പൈപ്പ് ചെയ്തെടുക്കാം. പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തവരാണെങ്കിൽ ഒരു സ്പൂണിലെടുത്തിട്ട് കോരിയിട്ടാലും മതി. നമ്മുടെ ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇതുപോലെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തു. ഇനിയിപ്പോൾ ബട്ടർ പേപ്പർ ഇങ്ങനെ ഇരിക്കണില്ലെങ്കിൽ നമ്മുടെ കുറച്ച് ബാറ്റർ എടുക്കുക, എന്നിട്ട് നമ്മൾ പശ ഒട്ടിക്കില്ലേ അതുപോലെ ഇത് താഴെ ഇരുന്ന് കൊടുക്കുക. അപ്പോൾ അത് അവിടെ സ്റ്റിക്കായിട്ടിരുന്നോളും. ഇനി നമ്മുടെ ബാറ്റർ ഞാൻ പൈപ്പിംഗ് ബാഗിൽ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തെടുക്കാം. ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഓൾറെഡി ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടുള്ളത് കൊണ്ട് നന്നായി വലുതാവും. അപ്പോൾ അത് ചെറിയൊരു ഹോളാണ് ഞാൻ ഇട്ട് കൊടുക്കണേ. ചെറുതായിട്ട് തുമ്പൊന്നും കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് പൈപ്പ് ചെയ്തെടുക്കാം. ഇത് ഇത്തിരി വലുതായി വരും, അപ്പം അതുകൊണ്ടാണ് ഞാൻ ചെറുതാക്കി ഇട്ട് കൊടുക്കുന്നത്. ഇത് ഫുള്ള് ഞാനൊരു ട്രേ ഫുള്ള് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ നല്ല ചെറുതാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ കാണുമ്പോൾ നല്ല ഡാർക്കായിട്ട് തോന്നുന്നത്, പക്ഷെ ഇത്രയും കൂടി ഒരു റെഡാണ്, ഡാർക്ക് റെഡ് കളറാണ്. അപ്പോൾ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 160 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ്, കാരണം ഇത് നല്ല ചെറുതാണ്. അപ്പോൾ 10 മിനിറ്റ് വേണ്ടി വരില്ല, 7-8 മിനിറ്റ് വേണ്ടി വരുള്ളൂ. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കുക്കീസിൻ്റെ തിക്നെസ് അനുസരിച്ചിരിക്കും. നിങ്ങൾ ഇത്രയും കൂടി തിക്കാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഒക്കെ എടുക്കും ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. ഞാനിതൊന്ന് ബേക്ക് ചെയ്തിട്ട് വരാം. ഇനി അടുത്ത ഷേപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാനിതുപോലെ ഒരു നോസിൽ എടുത്തിട്ടുണ്ട്. അത് ഇതിൽ വെച്ച് കൊടുക്കുകയാണ്. ഒരു സ്റ്റാർ ഷേപ്പിലുള്ള നോസിലാണ്. അത് നമ്മുടെ പൈപ്പിംഗ് ബാഗിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇത്തിരി തിക്കായിട്ടുള്ള കുക്കീസാണ് കിട്ടുക, കണ്ടില്ലേ? ഇതുപോലെ ഈ ഒരു ട്രേയിലും നിറച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് നമ്മളിപ്പോൾ ഇത്രയും കൂടി വലുതാക്കിയിട്ടാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ ബാറ്റർ കുറച്ച് അധികം ഉള്ളത് കൊണ്ട് തന്നെ പല പല ഷേപ്പിലും പല ഡിസൈനിലുമുള്ള കുക്കീസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഷേപ്പിലും ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഇത് ബേക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സമയം കൂടുതൽ വെക്കേണ്ടി വരും. നമ്മൾ നേരത്തെ വെച്ചത് ഒരു 180 ഡിഗ്രിയിൽ ഒരു 10-നും താഴെ വേണ്ടി വരുന്നുള്ളൂ. ഇതൊരു 12 മിനിറ്റ് വേണ്ടി വരും. നമ്മുടെ കുക്കീസിൻ്റെ തിക്നെസ് അനുസരിച്ചിരിക്കും എടുക്കുന്ന സമയം. ഇതുപോലെ പല തിക്നെസ്സിലും പല ഷേപ്പിലുള്ള കുക്കീസ് നമുക്കിത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, കാരണം കുറച്ചധികം ബാറ്റർ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇത് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ കുക്കീസ് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ആയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് പതുക്കെ ഇങ്ങനെ എടുക്കുക. ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ റെഡ് ആയാറിന് നിങ്ങൾക്ക് അധികം ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടില്ല. ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ചൂടാണ്. ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷമാണ് നന്നായി ക്രിസ്പി ആവുള്ളൂ. നന്നായി ചൂടാറിയതിന് ശേഷം വേണം നമ്മളിത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് നന്നായി ചൂടാറട്ടെ. അപ്പോൾ ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളിത് കഴിക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും, കുക്കീസിൻ്റെ ഒരു ടെക്സ്ചർ ഉണ്ടാവില്ല. അപ്പോൾ നന്നായി ചൂടാറിയതിന് ശേഷം വേണം എപ്പോഴും കുക്കീസ് കഴിക്കാനായിട്ട്. അത് കഴിയുമ്പോൾ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു വെച്ചാൽ മതി, കുറച്ച് കാലം കേടാവാതെ ഇരുന്നോളും. ചെറിയ കുക്കീസും ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായതുകൊണ്ട് തന്നെ 10 മിനിറ്റ് വേണ്ട, 10 മിനിറ്റിന് താഴെ മതി, ഒരു 7-8 മിനിറ്റ് മതി. നമ്മുടെ കുക്കീസിൻ്റെ തിക്നെസ് അനുസരിച്ചിരിക്കും. ഞാൻ നല്ല ചെറുതാക്കിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസിൽ ഉണ്ടാക്കാം. ഇതിൻ്റെ ബാക്കിലും കണ്ടില്ലേ നല്ല ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ നല്ല ക്രഞ്ചിയാണ്.
സാധാരണ ബിസ്ക്കറ്റിൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണ്. ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് അങ്ങനെ മുൻപിലേക്ക് നിൽക്കുകയൊന്നുമില്ല. ബീട്രൂട്ട് ഉണ്ടെന്ന് കുട്ടികൾക്ക് മനസ്സിലാവുകയൊന്നുമില്ല. എങ്കിലും ബീട്രൂട്ടിൻ്റെ ഗുണങ്ങളൊക്കെ അവർക്ക് കിട്ടിക്കൊള്ളുകയും ചെയ്യും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു ബിസ്ക്കറ്റ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. ഇനി ഇതുപോലെയുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.